നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞ ഒരു വാക്തത്വ ദൂതാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങളത് കേൾക്കണമേ. ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീക ചിന്തകൾ അതിനകത്തുണ്ടാകത്തില്ല, വലിയ മർമ്മങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കർത്താവ് നമ്മളോട് അക്ഷരാർത്ഥത്തിൽ ഈ 2019 എന്താകണം, എന്താകും എന്ന് ദൈവം നമ്മോട് പറഞ്ഞ ഒരു അധ്യായമാണ്, ഒരു വാക്യമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. നമുക്കൊരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിക്കാം. എഴുന്നേറ്റ് എന്ത് ചെയ്യുക? പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 വാക്യങ്ങൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആമേൻ, കമാൻഡാണ്, കൽപ്പനയാണ്, എഴുന്നേൽക്കുക. 2, ആമേൻ, നമ്മളൊരു ആഹ്വാനമാണ്. ഒരു സ്വതന്ത്രം പറയാമോ? ഒന്ന് ഒരു കമാൻഡാണ്, എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക, അല്ലേ? എഴുന്നേൽക്കുക. 2 എന്നാ വായിച്ചേ? നീ എന്ത് ചെയ്യുക? പ്രകാശിക്കുക. അതൊരു ആഹ്വാനമാണ്. എഴുന്നേറ്റാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രകാശിക്കാൻ കഴിയും. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരോടെങ്കിലും എഴുന്നേൽക്കാൻ പറയണമെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവൻ കിടക്കുകയായിരിക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നവനോട് എഴുന്നേൽക്കാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവൻ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ എഴുന്നേൽക്കുക എന്ന് പറയണമെങ്കിൽ അവൻ വീണ് കിടക്കുന്നവനാണ്, അല്ലേ? എവിടേക്കോ വീണ് കിടക്കുന്നു. ഒന്നെങ്കിൽ പ്രാർത്ഥനയിലാകാം, അല്ലെങ്കിൽ വിശുദ്ധിയിലാകാം, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സമർപ്പണ ബന്ധത്തിലാകാം, അല്ലെങ്കിൽ ദൈവമായുള്ള അഭേദ്യമായ കോണ്ടാക്റ്റിലാകാം. എവിടെയോ 2018 വീണ് കിടക്കുന്ന ദൈവജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഈ പുതുവർഷത്തിൽ പറയുന്നു, എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് പറ, എഴുന്നേൽക്കാം, എഴുന്നേൽക്കണം. ഈ 2019 ഇരിപ്പാനുള്ളതല്ല, ആമൻ. പിന്നെയോ നടക്കാനുള്ളതല്ല, ആമൻ. സമയം കളയാനുള്ളതല്ല. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ദൂത് പറയുന്നു, എഴുന്നേൽക്കുക. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അറിയിച്ചതുകൊണ്ട് പറയുന്നു, കഴിഞ്ഞ ആമൻ വർഷം എഴുന്നേൽക്കാത്ത ചില ശുശ്രൂഷകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുക. കഴിഞ്ഞ വർഷം ആമൻ ശുശ്രൂഷയെ പ്രയോജനപ്പെടാത്ത ചിലർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കാൻ പോകുക. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ലോകരാജ്യങ്ങൾ കീഴ്മേൽ മറിപ്പാൻ, അന്ധകാര ശക്തികൾക്കെതിരെ പടപെട്ടുവാൻ, ആയുധമെടുപ്പാൻ, ദൈവവചനത്തിന്റെ വാളുമായി എഴുന്നേറ്റ് നിൽക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം ഇങ്ങനെ പറയുന്നു. ദൈവസഭയെ നോക്കി പ്രവചിച്ചു പറയുന്നു, കേരളത്തിലെ, ഭാരതത്തിലെ ദൈവസഭ 2019 എഴുന്നേൽക്കാൻ പോകുകയോ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം, എഴുന്നേൽക്കുക എന്ന് പരിശുദ്ധ ആത്മാവ് നമുക്ക് ആഹ്വാനം തന്നെങ്കിൽ ഇരുന്നാൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അയ്യോ ഉപദേശി, ഞാനിവിടെ ഇരുന്നു കൊള്ളാം, ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു കൊള്ളാം, ഞാനിങ്ങനെ തുടരാം. അയ്യോ എൻ്റെ ആ സാഹചര്യം ഇതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, അയ്യോ എന്നെ ശല്യപ്പെടുത്തല്ലേ, എന്നെ ഒരുപാട് അവൻ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ ഈ പോക്ക് പോയിക്കൊള്ളാം. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഉപയോഗിക്കട്ടെ, ദൈവം വേണമെങ്കിൽ എൻ്റെ മേൽ അഭിഷേകം പകരട്ടെ എന്ന് നീ പറയുന്നിടത്തോളം നിനക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് എഴുന്നേക്കാൻ നീ തയ്യാറാണെങ്കിൽ, എഴുന്നേക്കാൻ നീ തയ്യാറാണെങ്കിൽ, എഴുന്നേക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഈ ദൂതിനോട് പ്രതികരിക്കുന്നവർ ഇങ്ങനെ കരമടിച്ച പോരാ. ഈ ദൂതിനോട് പ്രതികരിക്കുന്നവർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞ പോരാ. ഈ ദൂതിനോട് പ്രതികരിക്കുന്നവർ ആത്മാവിൽ പറയണ, എഴുന്നേൽക്കാൻ നീ തയ്യാറാണെങ്കിൽ, എഴുന്നേൽക്കാൻ നീ തയ്യാറാണെങ്കിൽ, പരിശുദ്ധ ആത്മാ പറയുന്നു, അത്യന്തമായ ഒരു ദൈവ സാന്നിധ്യം നിന്നെ ഈ പ്രഭാതത്തിൽ മൂടുന്ന പകലെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നല്ലവണ്ണം നന്ദി പറഞ്ഞേ.
അപ്പോൾ എഴുന്നേൽക്കുക. ഞാൻ നിങ്ങളോട് ആ ചരിത്ര പശ്ചാത്തലം കൂടി വചനാടിസ്ഥാനത്തിൽ തൊടുന്നത് നിങ്ങൾക്കും എനിക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ആ വചനത്തിന്റെ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, എന്ത് ചെയ്യണം? പറ, എഴുന്നേൽക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ എഴുന്നേൽക്കാൻ ആരോടാ പറഞ്ഞേ? ഏത് വ്യക്തിയോടാ പറഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിൽ അവൻ യെശയ്യാവിന്റെ പ്രവചനം 59 പഠിക്കണം. 59-ാം അധ്യായം തകർച്ചയുടേതാണ്, പരാജയത്തിൻ്റെതാണ്. എന്ത്? ഇസ്രായേൽ ജനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 59-ന്റെ 1-ാമത്തെ വാക്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയി. ഒരു സ്തോത്രം പറയാമോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. ഒരു ദൂതിലേക്കാ വരുന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ ഒരാളെ വരച്ചു കാണിച്ചു, ഒരു വ്യക്തിയെ വരച്ചു കാണിച്ചു, ഒരു മനുഷ്യനെ വരച്ചു കാണിച്ചു. യെശയ്യാ 53-ൽ യെശയ്യാവ് വരച്ചു കാണിച്ച മനുഷ്യൻ ആരാന്നറിയാമോ? കണ്ടാലും ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമായി. നമ്മുടെ അകൃത്യം അവൻ വഹിച്ചു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ പിതാവാം ദൈവം മുഖം മറച്ചു കളഞ്ഞ് ഗൊൽഗോത്ത മലയിൽ അവൻ ആണിയടിക്കപ്പെട്ട് മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഉഴവുചാല് പോലെ കീറി മുറിക്കപ്പെട്ട ഒരു വ്യക്തിയെ 53-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ വരച്ചു കാണിച്ചു. എന്നിട്ട് 59-ൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പറയുന്നു, അല്ലയോ ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അല്ലയോ ദൈവമേ, നീ ഞങ്ങളെ വിടുവിപ്പാൻ നിന്റെ കരം നീട്ടുന്നില്ല. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? 53-ാം അധ്യായത്തിൽ അവൻ ഈ യേശു മരിച്ചത് ഇവർക്ക് വേണ്ടിയാണ്, ആ പ്രവാചകൻ എഴുന്നേറ്റത് ഇവർക്ക് വേണ്ടിയാണ്, മാനവരാശിക്ക് വേണ്ടിയാണ് അവൻ കാൽവരിയാഗമായത്. പക്ഷെ 53-ൽ വന്നപ്പോൾ അവർ പറയുന്നു, ഇല്ലില്ല, ഞങ്ങൾക്ക് കാണാൻ ഒക്കുന്നില്ല, ഞങ്ങൾക്കൊരു കൈ കാണാൻ ഒക്കുന്നില്ല, ഞങ്ങൾക്ക് അവൻ ചെവിയുള്ള, അവൻ കേൾക്കുന്ന ഒരു ദൈവത്തെ കാണാനില്ല. ദൈവ പൈതലേ, അവൻ 59-ന്റെ 1-ൽ ഇസ്രായേൽ മക്കൾ പരാതി പറയുന്നു. എന്താണ് പരാതി എന്നറിയാമോ? ദൈവമേ, ഞങ്ങളുടെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിപ്പാൻ നിന്റെ കൈ നീണ്ടുവരുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നിന്റെ ചെവി ഞങ്ങൾക്കായി തുറക്കുന്നില്ല. ഒന്ന് ദൂത് പറയട്ടെ, ദൈവത്തിന്റെ ചെവി അടഞ്ഞു പോയോ? ദൈവത്തിന്റെ കൈ കുറുകിപ്പോയോ? ഒരിക്കലുമില്ല കേട്ടോ. ഇസ്രായേൽ മക്കൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് മോശയുടെ അടുത്തിൽ ഇറങ്ങി വന്ന ദൈവം പറയുന്നു, ആകയാൽ മോശെ വരിക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. കഷ്ടത കാണാത്ത ദൈവമല്ല, കഷ്ടത കാണുന്ന ദൈവം. നിലവിളി കേൾക്കാത്തവനല്ല, നിലവിളി കേൾക്കുന്ന ദൈവം. ഈ 2019-ന്റെ ആരംഭത്തിൽ പറയുന്നു, നിന്നെ കാണാത്ത ദൈവമല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. ഒരു പൊട്ട ദൈവത്തെ അല്ല ഈ പകൽ ആരാധിക്കുന്നത്. കരമടിച്ച് കർത്താവിനും നന്ദി പറ. നിന്റെ നിലവിളി കേൾക്കാത്ത ഒരു ഊമ ദൈവമല്ല, നിന്റെ നിലവിളി കേൾക്കാത്ത ഒരു ചെവിയടഞ്ഞ ദൈവമല്ല എന്റെ ദൈവമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരം തട്ടി ആരാധിച്ചോട്ട് പറ, എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, എന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ നിലവിളി കണ്ട്, നിന്റെ വേദന കണ്ട്, നിന്റെ ഭാരങ്ങൾ കണ്ട് ദൈവത്തിന്റെ പൈതലേ, കഴിഞ്ഞ 2018 എന്റെ ഭാരം കാണുവാൻ, എന്റെ വേദന അറിയുവാൻ, എന്റെ വിഷയത്തിന്റെ നടുവില് ഇറങ്ങി വരാൻ ആരുമില്ല എന്ന് നീ പരാതി പറഞ്ഞെങ്കിൽ 2019 നിന്റെ നിലവിളി കേട്ടോ, നിന്റെ കണ്ണുനീര് കണ്ട് നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവം ഈ പ്രഭാതത്തിൽ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഓ ശാഖാനാരാഭാന, ഇത് ദൂതാണ്, ഇത് ദൂതാണ്, ഇത് ദൂതാണ്. ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ ഏറ്റെടുത്താമേ പറ. എന്റെ വേദന കാണുന്ന, എന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടി തരുന്ന, എന്റെ നിലവിളി കേൾക്കുന്ന, എന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവം ഈ പ്രഭാതത്തിൽ എന്റെ നടുവിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ.
ദൈവമക്കളെ, അവൻ ഞാൻ പ്രവചിക്കുന്നത്, അവൻ പ്രവചന ദൂത് പറയാറുണ്ട്. ഞാൻ കൂടുതലും പ്രവചന ദൂത് പുറത്തു പോകുമ്പോൾ പറയും. പുറത്തുള്ള ചർച്ചകളിൽ പോകുമ്പോൾ പുറത്തുള്ള വ്യക്തികളോട് ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് നിങ്ങളുടെ വേദന അറിയാവുന്നത് കൊണ്ട്, നിങ്ങളുടെ ഭാരങ്ങൾ അറിയാവുന്നത് കൊണ്ട് കഴിയുന്നത് ഞാൻ പ്രവചന ശുശ്രൂഷ അവൻ ഇവിടെ ചെയ്യാറില്ല. പക്ഷേ ഈ ആത്മാവെന്നോട് ഈ 1-ാമത്തെ ദിവസം പറയുന്നു, നിങ്ങളെ നോക്കി പ്രവചിക്കാൻ. ഇന്നലെ കണ്ട കഷ്ടം ഇനി നീ കാണുകയില്ല. ഇന്നലെ കണ്ട വേദന നീ കാണത്തില്ല. ഇന്നലത്തെ ഞെരുക്കം ഇനി നീ കാണത്തില്ല. ഇന്നലത്തെ രോഗം ഇനി നീ കാണത്തില്ല. ഉടമന ഹൽക്കന സൈന്യങ്ങളുടെ യഹോവയാം ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ നോക്കി ദൂത പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. കേൾക്കാതെ വണ്ണം എന്റെ ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ ഇറങ്ങി വരുന്നു. അത് ആമേ പത്മോസ് ആണെങ്കിൽ അവിടെ, അത് മിസ്രയമാണെങ്കിൽ അവിടെ, അത് കേബാർ നദിയുടെ തീരമാണെങ്കിൽ അവിടെ, എവിടെ നീ ആയിരിക്കുന്നു അവിടെ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറയാമോ? 2000-ലധികം MBA പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തൃശ്ശൂർക്കാരൻ സാറ് ക്ലാസ് എടുത്തു. തൻ്റെ ക്ലാസ് ഇങ്ങനെ, എനിക്ക് അതിൻ്റെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു ടോപ്പിക്ക് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ അറിയാതൊന്ന് ക്ലിക്ക് ചെയ്തു. നോക്കിയപ്പോൾ 2000 MBA-ക്കാർക്ക് ഈ സാറ് ക്ലാസ് എടുക്കുക. തൃശ്ശൂർക്കാരൻ സാറാ ക്ലാസ് എടുക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അയ്യോ, ഞാൻ ഓർത്തു ഇതുപോലെ ബൈബിൾ പ്രസംഗമായിരിക്കും. എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പുള്ളി പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാര്യം ചെയ്യുക. കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് പുറത്തു കൊണ്ടുവരുവാൻ അത് അവരുടെ എന്താ പറയുന്നത്, ഒരു ഏത് പ്രൊഡക്റ്റാണോ പുറത്തു കൊണ്ടുവരേണ്ടത് അതിന് വേണ്ട സാധനം അവർ അതിനകത്ത് ഇട്ട് കൊടുക്കും. അതാണ് രൂപപ്പെട്ട് എന്ത് ചെയ്യുന്നത്, വെളിയിൽ വരുന്നേ. ഒരു അച്ചു കൊണ്ടുവന്ന്, ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് ആ മിഷത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട്, മുമ്പിൽ നിന്നുകൊണ്ട്, ഓക്കെ അവൻ വരട്ടെ, 2 കൈയും 2 കാലുമുള്ള ഒരു സാധനം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. അത് അച്ചുണ്ടാകും. പക്ഷെ ആ അച്ചിന്റെ രൂപത്തിൽ പുറത്തു വരാനുള്ള ഒരു സാധനം ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇട്ടു കൊടുക്കണം. ഈ സാറ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, കുഞ്ഞുങ്ങൾ കേൾക്കണമേ, ഒരു കാര്യം ചെയ്യുക. കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ഒരു ക്രീം ഇട്ട് കൊടുക്കണം. എന്താ ക്രീം? ഡോക്ടറാകാൻ പോകുന്നോ? എഞ്ചിനീയറാണോ? നിങ്ങൾ ആരാകാൻ പോകുന്നു? അത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പറയുക, ഞാൻ ഡോക്ടറാണ്. അത് നിങ്ങൾ കാണുക, അത് നിങ്ങൾ പറയുക. നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് കിടക്കും. നിങ്ങൾ ഉണരുമ്പോൾ അതേ ഉപബോധ മനസ്സിൽ നിങ്ങൾ കണ്ണടച്ച് വീണ്ടും പറയണം, ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, ഇവിടെ പഠിക്കും, ഇങ്ങനെയാകും. ഞാൻ ആ സാറിനെ കുറിച്ച് വായിച്ചപ്പോൾ താനൊരു ഹൈന്ദവ മനുഷ്യനാണ്. താൻ ഇങ്ങനെ പറയണമെങ്കിൽ എവിടെയോ ഒരു കാര്യം ക്ലിക്കായിട്ടുണ്ട്. ആമേൻ. അത് താഴത്തോട്ട് കേൾക്കാൻ എനിക്ക് ഒരുപാട് സമയം ഇല്ലാഞ്ഞത് കൊണ്ട് വേഗത്തിൽ അത് ഫോർവേഡ് അടിച്ച് അവസാനം കേട്ടപ്പോ പുള്ളി ഒടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന അതെവിടെയാണെന്നറിയാമോ? സോളമൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നുവോ അത് തന്നെ സംഭവിക്കുമെന്ന്. ദൂരെ മനസ്സിലായോ? ലോകം ചലിക്കുന്നത് ലോകത്തിന്റെ കണക്ക് വെച്ചല്ല, തിരുവചനം അനുസരിച്ചാണ്. ദൈവവചനം എന്ത് പറയുന്നുവോ അത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിന്നെ നോക്കിക്കൊണ്ട് ശൂന്യത പറയല്ലേ, നിന്നെ നോക്കിക്കൊണ്ട് ഇല്ലായ്മ പറയല്ലേ, നിന്നെ നോക്കിക്കൊണ്ട് എന്നും അവൻ അശുദ്ധി പറയല്ലേ. നീ വിളിച്ചു പറ, നീ ഇന്നതാകും.
ഞാൻ നിങ്ങളോട് പറയുക, ഭാര്യയും ഭർത്താവും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ജീവിതകാലം മുഴുവൻ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ കുഞ്ഞെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാ, നീ ആരാണെങ്കിലും നീ ഉയർച്ച പ്രാപിക്കത്തില്ല. നീ നിന്റെ ആ തരത്തിൽ നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് നെഗറ്റീവ് തോട്ടാണ്. അതിനെ ഇന്ന് പകൽ എടുത്തു മാറ്റ്. എന്നിട്ട് അതിദാത്തത് കേൾക്കാതെ ഈ പകൽ വിളിച്ചു പറ, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ എന്ത് ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. പക്ഷേ യെശയ്യാ 53 മശികയെ യെശയ്യാവ് വരച്ച് കാണിച്ചു. പക്ഷേ 59:1 വന്നപ്പോൾ ആ മശികയ്ക്ക് എന്തില്ല, കൈയില്ല. ആ മശികയ്ക്ക് എന്തില്ല, ചെവിയില്ല. ചെവിയില്ലാത്ത മശിക, കൈയില്ലാത്ത മശിക. ജനം പറയുന്നു, അയ്യോ 53 വെളിപ്പെട്ട മശികയ്ക്ക് ചെവിയുമില്ല കൈയുമില്ല. ഓ, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കാം എന്ന വാക്യം എടുത്തപ്പോഴാ ആത്മാവ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയത്. പരിശുദ്ധാത്മ പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം എന്താണെന്നറിയാമോ? ആ 59 ഒന്ന് വായിക്കാമോ? അതിന്റെ സ്തോത്രം 8-9 വായിച്ചേ. 8-9 59 8-9. സമാധാനത്തിന്റെ വഴി എന്ത് ചെയ്യുന്നില്ലേ? ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ലായിരുന്നു പ്രശ്നം. സമാധാനത്തിന്റെ വഴി അവരെന്ത് ചെയ്തില്ല. അപ്പൊ ദൈവത്തിനാണോ കുഴപ്പം? ദൈവത്തിന്റെ കൈയാണോ കുറുകിപ്പോയേ? അല്ല, സമാധാനത്തിനായുള്ള വഴി അവരറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വിടുതൽ എവിടെയാ റോബിൻസേ? അനുഗ്രഹം എവിടെയാ? വഴി അറിഞ്ഞവനാണ് കൈ വെളിപ്പെട്ട് വരുന്നത്. വഴി അറിഞ്ഞവനാ ചെവി തുറന്നു വരുന്നത്. ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലിന് വേണ്ടി ഈ പക ചെവി തുറക്കാൻ പോകുക, അവന്റെ വലങ്കരം നീട്ടാൻ പോകുക. ഒരു ശത്രുവിനും നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ ഒരു ഭീതി എഴുത്ത് നടത്താൻ എന്താ ദൈവം അനുവദിക്കയില്ല. ആമേൻ. ഒരുപാട് സമയം എനിക്ക് പ്രസംഗിക്കാൻ എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ കമ്പി വാക്യം പോലെ പറയുകയാണ് കേട്ടോ. 32 പാപങ്ങൾ 59-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു. എത്ര? 32 പാപം. ആര് ചെയ്തത്? 32 പാപം ചെയ്ത് മതത്തിന്റെ കോട്ടുമിട്ട് മതത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇസ്രായേൽ മക്കളാ, ഞങ്ങളാണ് വലിയ ആളുകൾ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ, നോക്കിക്കേ, വാഗ്ദത്തം ഞങ്ങൾക്ക്, വചനം ഞങ്ങൾക്ക്, മശിഹ ഞങ്ങൾക്ക്, യഹോവ ഞങ്ങൾക്ക്, അവകാശം ഞങ്ങൾക്ക് എന്ന് പറയുന്ന ജനം ഇപ്പോൾ പറയുന്നു ദൈവത്തിന് കൈയില്ല, ദൈവത്തിന് ചെവിയില്ല. തിരിച്ച് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. 32 പാപം അവൻ എനിക്ക് എടുത്തു പറയാനുണ്ട്. ഏതില്? 59 വായിച്ചാൽ 32 പാപമുണ്ട്. അതിനകത്ത് 23 കുറ്റാരോപണം ദൈവം എടുത്തു പറയുന്നുണ്ട്. ആരെ കുറിച്ച്? പറ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കാത്ത കുഴപ്പം ദൈവത്തിൻ്റെതാണോ എന്റേതാണോ? ആമേൻ പറ. പ്രാർത്ഥന കേൾക്കാത്ത ആരുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാ? ഉപദേശിയുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാണ്? അല്ല ദൈവ പൈതലേ, രഹസ്യ പാപങ്ങൾ ഇസ്രായേലിന്റെ മുഖത്ത് കിടക്കുമ്പോൾ ദൈവത്തിന്റെ കൈ പുറകോട്ട് വലിയും. പാപം ചെയ്യുന്ന ഹൃദയം ദൈവജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് വന്നാൽ ദൈവം മുഖം മറച്ചു കളയും എന്ന ദൈവം പറഞ്ഞു. 32 പാപം എനിക്ക് എണ്ണി പറയാനുണ്ട്. 23 കുറ്റാരോപണം എനിക്ക് നിരത്തി വെക്കാനുണ്ട്. ഈ ദൂതിന്റെ നടുവിൽ ഇസ്രായേൽ മക്കൾ വിറച്ചു. ദാനിയേലിന്റെ കാലത്തൊന്നതുപോലെ അവരും നെടുമ്പാണ് വീണ് പറഞ്ഞു, പിതാവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. നമുക്കൊന്ന് വായിക്കാം. ആമേൻ. 10-ാം വാക്യം വായിച്ചേ. 59 10-11 എല്ലാവരും ശ്രദ്ധിക്കണേ. ഞങ്ങൾ കുരുടന്മാരെ പോലെ ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളുടെ പാപമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായി. ഞങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് കൈമാത്രമല്ല, ഞങ്ങളിപ്പോ ആരെ പോലെയാണ്? എല്ലാരും പറ, ആരെ പോലെ? ഉറങ്ങിക്കളയല്ലേ? എല്ലാവരും 12 മണി കഴിഞ്ഞിട്ടാ ഉറങ്ങിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങിക്കളയല്ലേ. മാക്സിമം ഉറക്കാതെ ഞാൻ നോക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഞങ്ങൾ ഈ പൊതു ശുശ്രൂഷകന്മാരായതുകൊണ്ട് ഞങ്ങളെ പുറത്ത് മീറ്റിങ്ങിന് വിളിക്കുന്നതിന് ഒരു കാരണം കഴിയുന്ന മാക്സിമം ആളുകൾ ഉറക്കാതിരിക്കാൻ വേണ്ടി അവിടെ സ്വതന്ത്രം പറഞ്ഞ്. എന്നാലും ഇന്നലെ പലരും 1 മണിയൊക്കെ ആയി കിടന്നപ്പോഴെന്ന് എനിക്കറിയാം. എന്നാലും ഉറങ്ങല്ലേ, 10 മണിയാകുമ്പോൾ നമുക്ക് വേഗത്തിൽ പോകാം. ഉറങ്ങാതെ സ്തോത്രം പറ. ഞങ്ങൾ ആരെപ്പോലെ ആയിരിക്കുന്നു? അപ്പോൾ കുരുടന്മാർക്ക് എന്ത് കാണാൻ കഴിയത്തില്ല? കണ്ണ് കാണാൻ കഴിയത്തില്ല. നട്ടുച്ചയ്ക്കും കുരുടൻ എന്തില്ല? വെളിച്ചമില്ല. ഒരു സ്തോത്രം പറഞ്ഞേ എല്ലാവരും. ഒന്ന് എന്നെ നോക്കിക്കേ. പാപം പറ, ഉറക്കെ പറ. പാപം ദൈവത്തിൻ്റെ വെളിച്ചത്തെ നമ്മുടെ കൺമുമ്പിൽ നിന്നും അടച്ചു കളയും. അടുത്തിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേ. പാപം ദൈവത്തിൻ്റെ വെളിച്ചത്തെ നമ്മുടെ മുമ്പിൽ നിന്ന് അടച്ചു കളയും. അപ്പൊ രഹസ്യ പാപം ചെയ്യുന്നവന് ദൈവത്തിൻ്റെ വെളിച്ചം കൺമുമ്പിൽ കാണാൻ കഴിയത്തില്ല. അവൻ ആരെപ്പോലെ നടക്കും? കുരുടൻ. വിടുതലുണ്ടോ മുമ്പിൽ? വിടുതലുണ്ടോ? ഉണ്ടെന്ന് പറ. വിടുതലുണ്ട്, പക്ഷെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത്ഭുതം മുമ്പിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. മിറക്കൽ അവന്റെ മുമ്പിലുണ്ട്, അടയാളങ്ങൾ അവന്റെ മുമ്പിലുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അവന് കാണാൻ പറ്റുന്നില്ല? ഈ മെസ്സേജ് അവൻ നൂറുകണക്കിന് ആളുകൾ കേൾക്കാനുള്ളതാ. അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, രഹസ്യപാപം, നിന്റെ രഹസ്യപാപം ദൈവത്തിന്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. നാം ചെയ്യുന്ന രഹസ്യപാപം ദൈവത്തിന്റെ മുഖത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് വെളിച്ചം നമ്മിലേക്ക് വരത്തില്ല. എന്നാൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ന് പറയാൻ തയ്യാറാകണം. എന്തിന് തയ്യാറാകണം? അവരത് ചെയ്തോ? 10-ാമത്തെ വാക്യം വായിച്ച മോനെ 10. ഞങ്ങൾ കുരുടന്മാരെ പോലെ സുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്തെന്ന പോലെ ഞങ്ങള് നല്ല നട്ടുച്ച സമയത്ത്, നല്ല മധ്യാഹ്നത്തിൽ ഞങ്ങൾ ഇടറി വീഴുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ ആരെപ്പോലെ ആയിരിക്കുന്നു? നിങ്ങൾ ആ വാക്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ദൂതിലേക്ക് വരാം. ഞങ്ങൾ ആരെപ്പോലെ ആയിരിക്കുന്നു? നമ്പർ 1, കുരുടന്മാരെ പോലെയാകുന്നു. 2, ഞങ്ങളുടെ നടപ്പെങ്ങനെയാ പറ? തപ്പി നടക്കുന്നു. 3, സന്ധ്യാസമയത്തെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇടറി വീഴുന്നു. 4, ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ. ഒരല്ലലി എന്ന് പറഞ്ഞേ. അപ്പൊ ഇവൻ ആരാണ്? കുരുടനാണ്. പറ, കുരുടനാണ്, തപ്പി നടക്കുന്നവനാ, ഇടറി വീഴുന്നവനാ, മരിച്ചവനാ. ഇങ്ങനെ ഒരുവനെ സഭയെ കിട്ടിയ സഭ അനുഗ്രഹിക്കപ്പെടുവോ? ഒരല്ലേ പറ. എന്റെ ദൈവമേ, എഴുന്നേറ്റ് പ്രകാശിക്കാന്ന് എത്ര പ്രാവശ്യം വായിച്ചതാ നമ്മള്. പക്ഷെ ഇതിന്റെ അകത്ത് ദൂതെന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. കുരുടൻ, പിന്നെയോ തപ്പി നടക്കുന്നവൻ, ഇടറി വീഴുന്നവൻ, മരിച്ചവൻ. ഈ 4 പേരാ 59-ാം അധ്യായത്തിൽ. സ്വത്രം. പക്ഷേ ഇവര് ദൈവത്തിന് നെടുമ്പാഴങ്ങ് വീണു. എന്നിട്ട് ഇവിടെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവമേ, ഞങ്ങളോട് കനി തോന്നണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വായിച്ചേ അതിന്റെ താഴ്ത്തോട്ട് 20-ാമത്തെ വാക്യം, 59-ന്റെ 20. എന്നാൽ സിയോനും യാക്കോബിന് അതിക്രമം വിട്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, എല്ലാവരും ഉണർന്ന് പറഞ്ഞേ ഒന്ന് വായിച്ചേ പ്ലീസ്, എല്ലാവരും ഒന്ന് വായിച്ചേ. എന്നാൽ സിയോനും യാക്കോബിൻ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ ആരാകും? അവൻ ആരാകും? ആർക്കാ വീണ്ടെടുപ്പുകാരൻ? അതിക്രമം വിട്ടുതിരിയുന്നവർക്ക്, പാപം ഏറ്റുപറയുന്നവർക്ക്, രഹസ്യപാപം വിടുന്നവർക്ക്, പാപത്തോട് വിട പറയുന്നവർക്ക്, പാപത്തെ വിട്ട് പിന്മാറുന്നവർക്ക്, പാപത്തോട് കോംപ്രമൈസിന് പോകാത്തവർക്ക്, ദൈവിക നിയമപ്രകാരം വചനത്തിൽ ആഴമായി നിലനിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വീണ്ടെടുപ്പുകാരനായി വരും. ആമേൻ. 59-ന്റെ 1-ൽ ഈ ദൈവം ആരായിരുന്നു? എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം പറയും. 59-ന്റെ 1-ാം വാക്യത്തിൽ ദൈവം ആരായിരുന്നു? രക്ഷിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു ദൈവം. പക്ഷെ 20-ൽ വന്നപ്പോ ഈ ദൈവം ആരായി? വീണ്ടെടുപ്പുകാരനായി. 59-ന്റെ 1-ലും 20-ന്റെ നടുക്കും ഒരു കാര്യം നടന്നു. എന്തോ? ജനം മനം തിരിഞ്ഞു. ജനം ഏറ്റുപറഞ്ഞു. ജനം മാനസാന്തരപ്പെട്ടു. ജനം തിരിച്ചു വന്നു. ആ ജനത്തെ നോക്കി പറയുന്നു, എഴുന്നേൽക്കൂ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെ നോക്കിയാ പറഞ്ഞത്? ചുമ്മാ കൈയടിക്കുന്നവർ നോക്കിയല്ല പറഞ്ഞത്, ചുമ്മാ സമയം കളയുന്നവർ നോക്കിയല്ല പറഞ്ഞത്, ചുമ്മാ സമയം പോക്കുന്നവർ നോക്കിയല്ല ദൈവം പറഞ്ഞത്. അവൻ എഴുന്നേൽക്ക, 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 എഴുന്നേൽക്ക. ആരോടാ പറഞ്ഞത്? മനം തിരിയുന്നവനോട്, പുറകോട്ട് വരുന്നവനോട്, തിരിച്ചു വരുന്നവനോട് ദൈവം പറയുന്നു എഴുന്നേൽക്കുക. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന മുറിയിൽ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ജനത്തോട് പറ, അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല. ഇതിനകത്ത് ഓരൊറ്റ വ്യക്തിക്ക് പോലും വിടുതൽ അഴക്കാതിരിപ്പാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളോട് ഒരു പിണക്കവും ഇല്ലെന്ന് പറയാൻ ആത്മാവ് എന്നോട് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ അവൻ നിങ്ങളോട് പിണക്കമാണ് എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുന്നു. എന്നെ നടുവിലൊരു മധ്യസ്ഥനായി നിർത്തിയിട്ട് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വിട്ടിട്ട് ആ സ്നേഹിതൻ പറയിപ്പിച്ചു, നിങ്ങൾ പോയി എഡിസനോട് പറയണം, എഡിസനോട് എനിക്കെന്തില്ല, ഒരു വഴക്കുമില്ല. ദൈവം എന്നൊരു മധ്യസ്ഥനായിട്ട് നിർത്തിയിട്ട് പറയുന്നു, ദൈവത്തിന് നിങ്ങളോടൊരു പിണക്കുമില്ല, ദൈവത്തിന് നിങ്ങളോടൊരു വഴക്കുമില്ല. പിന്നെ എന്നാന്നറിയാമോ? അല്പസ്വല്പം ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകുറ്റങ്ങളില്ലേ, അതൊന്ന് ഏറ്റുപറഞ്ഞാൽ 20-ാം വാക്യത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനായി എഴുന്നേൽക്കാം. നിന്റെ കുടുംബത്തെ വിടിവിടിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വീണ്ടെടുപ്പുകാരനായി, നിന്റെ സഭയ്ക്ക് വീണ്ടെടുപ്പുകാരനായി ആരാധിപ്പൻ സന്മനസ്സുള്ള ദൈവമക്കൾ അല്പസമയം കരമടിച്ചെന്ന് ആരാധിച്ച് അവൻ വീണ്ടെടുപ്പുകാരനായി വരുന്നു. അവൻ വീണ്ടെടുപ്പുകാരനായി വരുന്നു. ആർക്കാണ് അവൻ വീണ്ടെടുപ്പുകാരനായി? ആമേൻ, ആമേൻ. ഈ പകൽവേളയിൽ ഏറ്റുപറ പുതുവർഷത്തിലേക്ക് പാപം ഏറ്റുപറഞ്ഞ് പുതുവർഷത്തിൽ പാപമില്ലാത്തവനായി രഹസ്യ പാപങ്ങൾ വിട്ടോ, ജീവിതത്തിന്റെ അകൃത്യങ്ങൾ വിട്ടോ, ജീവിതത്തിൽ വന്നുപോകുന്ന ബലഹീനതകൾ വിട്ടോ ദൈവ സന്നിധി നിൽക്കോ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആമേൻ. അപ്പോൾ 20-ാം വാക്യത്തിൽ ദൈവം ആരായി? പറ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? 20 എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടോ? നിങ്ങൾ ആ വചനം റിസീവ് ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പൊ 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മുടെ ദൈവം ആരായി? ദൈവമക്കളെ, വീണ്ടെടുപ്പെന്ന് പറയുന്ന വാക്യത്തിന്റെ ആഴം നിങ്ങൾക്കറിയാമോ? മോബാബ് എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ആരാണ്? മോബാബ് എന്ന് പറയുന്ന സമൂഹം ദൈവം ആണയിട്ടുകൊണ്ട് പറഞ്ഞു, 10 തലമുറ പോലും ദൈവസന്നിധിയിൽ അവർ വരാൻ പാടില്ല, ഞാൻ അവരെ വെറുക്കുന്നു. മോബാബ് നിങ്ങൾക്ക് കഴുകാനുള്ള വട്ടക എന്ന് വെച്ചാൽ കഴുകാനുള്ള വട്ടക പോലെ അത്രയും അവൻ നീചമായി ദൈവം കണ്ട ഒരു സമൂഹം അത്രേ. ഏത്? മോബാബ് എന്ന് പറയുന്നു. മോബാബിനെ നോക്കി ദൈവം പറഞ്ഞു, ഹേ മോബാബേ, നിന്റെ 10 തലമുറ പോലും എന്റെ സന്നിധി വന്നേക്കരുത്. സ്വതന്ത്രം പറഞ്ഞേ, എന്ത് ചെയ്തേക്കരുത്? വന്നേക്കരുത്. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന നിലനിൽക്കുമ്പോൾ ഇതാ മോബാബ് ദേശത്തുനിന്ന് ഒരു നവമിയോടുകൂടെ ഒരു രൂത്ത് പറയുന്നു, നീ പോകുന്നിടത്ത് ഞാനും വരും, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും വരും, നിന്നെ എവിടെ അടക്കപ്പെടുന്നോ അവിടെ ഞാനും അടക്കപ്പെടും. നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്റെ ദൈവമാണ്. നിനക്കൊരു ആരാധനയുണ്ട്, ആരാധന എന്റെ ആരാധനയാണ്. നിനക്കൊരു യെരൂശലേമുണ്ട്, അത് എന്റെയും യെരൂശലേമാണ്. നീ പോകുന്നിടത്ത് ഞാൻ വരും. എന്നോടൊപ്പം നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ പറ. 10 തലമുറ ദൈവസന്നിധിയിൽ നിഷേധിച്ച ആ തലമുറയിൽ നിന്നും ഒരു രൂത്ത് പറഞ്ഞു, നവമിയേ, അമ്മായിയമ്മേ, നീ പോകുന്നിടത്ത് ഞാനും വരും. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഞങ്ങൾക്ക് മോശ എഴുതി തന്ന 10 പ്രമാണവും 713 സിവിൽ നിയമമായ ദൈവത്തിൻ്റെ തോറയുമുണ്ട്. 10 കൽപ്പനയിൽ എഴുതിയ 10 കൽപ്പന. ആമൻ. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട 713 നിയമങ്ങൾ ഉള്ള ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട്. ആ ന്യായപ്രമാണത്തിൽ പറയുന്നു, നിങ്ങൾ 10 തലമുറ പോലും ഞങ്ങളുടെ അടുത്ത് വരാൻ പാടില്ല. പക്ഷെ ഇവള് പറഞ്ഞു, ആമൻ, ഞാൻ മനം തിരിഞ്ഞു വരികയാണ്. ഞാൻ എങ്ങനെ വരുന്നു? അതുകൊണ്ട് നിന്റെ ദൈവത്തിന് എന്നെ തള്ളാൻ കഴിയത്തില്ല. അവൻ വീണ്ടെടുക്കും. അവൻ എന്ത് ചെയ്യും? അവൻ ഒരുപാട് പറയാനുണ്ടെങ്കിലും ശ്രദ്ധിക്കണേ. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ബെത്ലഹേമിൽ വന്നു.
ബെത്ലഹേമിൽ വന്നപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. ആ പാട്ട് കണ്ണുനീർ താഴ്വരയുടെ പാട്ടല്ല, ഒരു കൊയ്ത്ത് പാട്ട് കേൾക്കുന്നു. ഒരു കൊയ്ത്ത് പാട്ട് കേൾക്കുന്നു. 10 തലമുറ വരാൻ പാടില്ലാത്ത നവമേ രൂത്തിന്റെ ചെവിയിൽ വീണ്ടെടുപ്പിന്റെ പാട്ട്, ആരാവാരത്തിന്റെ പാട്ട്, ഉയർച്ചയുടെ പാട്ട്, സമൃദ്ധിയുടെ പാട്ട്, ഉന്നമയത്തിന്റെ പാട്ട്. ഈ പകൽ വേളയിൽ അവൻ ഉയർച്ചയുടെ പാട്ട് കേൾക്ക്, കൊയ്ത്തിന്റെ പാട്ട് കേൾക്ക്. എത്ര പേർക്ക് 2019 ഒരു കൊയ്ത്ത് പാട്ട് കേൾക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഇന്ന് ആ കൊയ്ത്ത് പാട്ട് കേൾക്കണം. നിങ്ങളുടെ ചെവി കൈവച്ച് പറ, എൻ്റെ ചെവി കൊയ്ത്ത് പാട്ട് കേൾക്കാനുള്ള ചെവിയാ. കൊയ്ത്ത് പാട്ട് കേൾക്കാനുള്ള ചെവിയാ, കൊയ്ത്ത് പാട്ട് കേൾക്കാനുള്ള ചെവിയാ. മോവാബിൽ നിന്ന് ബെത്ലഹേമിൽ വന്നപ്പോൾ അവിടെ ചെവിയിൽ കേട്ടതെന്താ? ഒരു കൊയ്ത്ത് ആരാവാരത്തിന്റെ പാട്ട്. ആമേൻ. ശ്രദ്ധിക്കണേ. അവൾ അമ്മായിയോട് ചോദിച്ചു, ഞാന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അപ്പൊ അമ്മായിയമ്മ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ. ഞങ്ങളുടെ ദേശത്ത് ഒരു വീണ്ടെടുപ്പെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിന്നെ ആരെങ്കിലും വീണ്ടെടുക്കാൻ സന്മനസ് കാണിച്ചാൽ നീ ബ്ലെസ്സിങ് ആവും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അവള് ചോദിച്ചു, അങ്ങനെ പറ്റിയ ആരുണ്ട്? നവമി പറഞ്ഞു, എൻ്റെ ചാർച്ചക്കാരിൽ ഒരുവനുണ്ട്, അവന്റെ പേരെന്നാ? പുറകെ പറ. പിന്നെ രൂത്ത് അതിരാവിലെ കൊട്ടയം കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ എവിടെയാ ബോവസുള്ളേ? എവിടെയാ ബോവസുള്ളേ? അവിടെ ഒരു വാക്യമുണ്ട്, അവൾ വന്നിട്ട് ഒട്ടും വിശ്രമിച്ചില്ല, അമ്മായി അമ്മയോടൊപ്പം ഒട്ടും സമയം കളഞ്ഞില്ല. വന്നപടി എന്നെ കൊട്ടയം എടുത്ത് ഇറങ്ങി. അവൾ ആരെ അന്വേഷിച്ച്? ബോവസിനെ അന്വേഷിച്ച് ഒരു കളത്തിൽ ചെന്നപ്പോൾ ആ കളത്തിലെ കാര്യസ്ഥൻ പറഞ്ഞു, അവിടെയുണ്ട്. ആരുണ്ട്? രൂത്ത് എന്നപ്പോൾ ഒരു പുതപ്പ് പുതച്ച് ആര് കിടക്കുന്നു? പറ. ആ പുതപ്പ് സ്നേഹത്തിന്റെ പുതപ്പാണ്. ആമേൻ. ആരോടും ചോദിച്ചില്ല, ആരോടും അനുവാദം ചോദിച്ചില്ല, ആരുടെയും കൽപ്പനക്ക് നിന്നില്ല. അവൾക്കറിയാമായിരുന്നു, ഇവൻ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ ജാതിയോ മതമോ കുലമോ നിറമോ ഒന്നും നോക്കത്തില്ല. അഭയം പ്രാപിച്ച തള്ളാത്തൊരു വീണ്ടെടുപ്പുകാരൻ. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? പതുക്കെ ചെന്ന് ആ പുതപ്പിന്റെ ഒരറ്റം ഒന്ന് പൊക്കിയിട്ട് അവിടെ കിടന്നു. ഒരല്ലി എന്ന് പറഞ്ഞേ, എന്നാ പൊക്കി? പുതപ്പിന്റെ ഒരറ്റം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. രൂത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി ബോവസിന്റെ എന്താ പുതച്ചേ? പുതപ്പിന്റെ ഒരറ്റം. ഒരു സ്വതന്ത്രം പറ. നിങ്ങൾ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്നാനക്കടവിൽ സഹോദരിമാരെ നിങ്ങളെ പുതപ്പിക്കാൻ ഒരു പുതപ്പം കൊണ്ട് ഒരു ആൻറ്റി നിന്നില്ലേ? സഹോദരന്മാരെ, നിങ്ങളെ പുതപ്പിക്കാൻ ഒരു അച്ഛനില്ലായിരുന്നേ? ആ പുതപ്പ് എന്തിനാ പുതച്ചെന്നറിയാമോ? നീ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ നിന്റെ നഗ്നത വെളിപ്പെട്ടു. ആ നഗ്നത മറക്കാൻ ആ ചർച്ചിലെ ആൻറ്റി പുതപ്പ് പുതച്ചത്. അതെന്തിനുള്ള കാര്യമെന്നറിയാമോ? നീ ക്രിസ്തുവിന് മേൽ ധരിച്ചപ്പോൾ ക്രിസ്തു നിന്നെ പൊതിഞ്ഞു. അതിൻ്റെ പേര് സ്നേഹത്തിന്റെ കവറിങ്, സ്നേഹത്തിന്റെ പുതപ്പ്. സാധാരണ പുതച്ചതല്ല, നിന്നെ നഗ്നത മറക്കാൻ. ഏദൻ തോട്ടത്തിൽ കുഞ്ഞാടിന്റെ തോലെടുത്ത് പുതച്ചതുപോലെ ദൈവം നിന്നെ പുതച്ചത് സ്നേഹത്തിന്റെ പുതപ്പിലാ. അതിരാവിലെ ബോവസ് എഴുന്നേറ്റപ്പോൾ ആര് കിടക്കുന്നു? രൂത്ത്. നീ ആരാ? എന്താ? എവിടെന്നാ? കാര്യമൊക്കെ വിശദമായി ചോദിച്ചപ്പോൾ മനസ്സിലായി, ഇത് മോവാബിൽ നിന്ന് വന്ന നവമിയുടെ മരുമകളാണ്. ഉടനെ ഇവളെ വീണ്ടെടുക്കാൻ ആവശ്യമായതെല്ലാം ബോവസ് കൊടുത്ത് 10ാം തലമുറ പോലും ദൈവത്തിന് നിഷേധിക്കപ്പെട്ട രൂത്തിനെ അവൻ സ്വന്തമാക്കി. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും, നിങ്ങൾ പാട്ടുപാടിയില്ലെങ്കിലും, നിങ്ങൾ ഇവിടെ മരിച്ചതുപോലെ സിമിത്തേരി ഇരിക്കുന്ന പോലെ ഇരുന്നാലും ബിജു പാസ്റ്റർ അലറി കൂവും. കാരണം ഒരു ശ്രേഷ്ഠതയുമില്ലാതിരുന്ന എന്നെ
വീണ്ടെടുത്ത എൻ്റെ അരുമനാഥന്റെ വീണ്ടെടുപ്പോർത്താൽ എങ്ങനെ ആരാധിക്കാതിരിക്കും, എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? കരം തട്ടി ദൈവത്തിന് നന്ദി പറ. ഓ, ദൈവം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാഞ്ഞിട്ടല്ല, കേൾക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നിന്നെ വീണ്ടെടുക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്, നിന്നെ വീണ്ടെടുക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്, നിന്നെ വീണ്ടെടുക്കുന്ന രണ്ട് കൈകൾ എനിക്കുണ്ട്. എവിടെന്നാണോ നഷ്ടപ്പെട്ടതോ അവിടുന്ന് വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പണ്ട് പാസ്റ്റർ കെ എബ്രഹാം എഴുതിയ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ? ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും എന്ന് പറഞ്ഞേ. ഇനി എങ്ങനെ, അടുത്തത് ആമേൻ. അടുത്ത വഴി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഉണ്ടോ മോനെ ആ പാട്ട്? ഇനി എങ്ങനെ പറ, സ്തോത്രമെങ്ങനെ, എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുക. 2-3 പേരോടൊക്കെ നന്ദി പറ. എൻ്റെ യേശു വീണ്ടെടുപ്പുകാരനാന്ന് പറ, എൻ്റെ കർത്താവ് വീണ്ടെടുപ്പുകാരനാന്ന് പറ. ഒന്ന് ഉറക്കി പറഞ്ഞേ, എൻ്റെ കർത്താവ് വീണ്ടെടുപ്പുകാരനാന്ന് പറ. എൻ്റെ ദൈവം എനിക്ക് വീണ്ടെടുപ്പുകാരനാ, എൻ്റെ ദൈവം എനിക്ക് വീണ്ടെടുപ്പുകാരനാ. അവനെ പോലെ വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ലെന്ന് പറ. അവനെ പോലെ അവൻ വീണ്ടെടുപ്പിൻ്റെ നാഥൻ വേറെ ഇല്ലെന്ന് പറ. ഓ റിഗദന സന്ധരാദലാര അന്തൽ പ്രൗഢമന ഹത്തലേ രഗടകൽക്കരാധന. എൻ്റെ ദൈവം ആരാ? വീണ്ടെടുപ്പുകാരനാ. 2019 ദൈവം നിനക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടാൻ പോകുക. നിന്റെ കുടുംബത്തിന് അവൻ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടാൻ പോകുക. നിന്റെ ജീവിതത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടാൻ പോകുക. ഊടാന സന്തരാധന. 2 കരം തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. എവിടെയാണോ എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, എവിടെയാണോ എന്നെ ആരും താങ്ങുന്നില്ല എന്ന് നീ പറഞ്ഞത്, അവിടെ നിന്നെ വീണ്ടെടുക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കരം ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇട്ടു അല്ലേ? ഒന്ന് പറഞ്ഞേ. ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, ഇനി എങ്ങനെ പാടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും? എൻ്റെ പാപങ്ങൾ മോചിച്ചതോർത്ത, എൻ്റെ രോഗങ്ങൾ മാറ്റിയതോർത്ത, എന്നെ ഉയർത്തിയ നാഥനെ ഓർത്ത, എന്നെ നടത്തിയ വഴികളെ ഓർത്ത, ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, ഇനി എങ്ങനെ പാടും പറ, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും? ഒരിക്കലും ഉയരില്ലെന്ന് അറിയാമോ? വാക്യം പറ. ഒരിക്കലും ഉള്ളം തടന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ പ്രാണനാഥൻ മാർവോടു ചേർത്തന്നെ താങ്ങി. ഒരിക്കലും ഉയരില്ല പരസ്യമായി പലവരും പറഞ്ഞു. ഉള്ളം തകർന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ പ്രാണനാഥൻ മാർവോടു ചേർത്തന്നെ താങ്ങി. അതുകൊണ്ട് ഇനി എങ്ങനെ സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും? ഒന്ന് പറ. ഇനി എങ്ങനെ സ്തോത്രമെങ്ങനെ. ഹല്ലേലൂയ, ആമേൻ. അതൊന്ന് ശക്തിയോടെന്ന് പറഞ്ഞേ. ഇനി ഞാൻ എങ്ങനെ, എന്നെ വീണ്ടെടുത്തൊരു ദൈവം എനിക്കുള്ളപ്പോ. ഹല്ലേലൂയ. 1-ാം തീയതി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 12 മണിക്ക് എഴുന്നേക്കത്തുള്ളായിരുന്നു. എപ്പോ? ഉച്ചയ്ക്ക്. കാരണം മറ്റതിൻ്റെ കെട്ടൊന്നും മറ്റതിൻ്റെ കെട്ടൊന്ന് അഴിയണമെങ്കിൽ തന്നെ ഉച്ചക്ക് 1 മണിയാകും.
അത് തലയെ കൊണ്ടൊന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കണക്കിന് കയ്യും കുത്തി എഴുന്നേറ്റ് ഇത്തിരി ചോറ് കഴിക്കുന്നേ. 1-ാം തീയതി എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ നിരാശയുടെ ദിവസങ്ങളാണ്. പക്ഷേ ഇവിടെ കൊണ്ടൊന്ന് ഇരുത്തിയത് ഒരു വീണ്ടെടുപ്പ് കാരണമുള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വരികൾ മാത്രം ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാൻ അപ്പനും മോനും കൂടി ഒന്ന് പാടാൻ പോയാ. ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, ഇനി എങ്ങനെ പാടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും. എന്റെ പാപം മോചിച്ചതോർത്താ, എന്റെ രോഗം മാറ്റിയതോർത്താ, എന്നെ ഉയർത്തിയ നാഥനെ ഓർത്താ, എന്നെ നടത്തിയ വഴികൾ ഓർത്താ, ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, ഇനി എങ്ങനെ പാടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും. ഒരിക്കലും ഉയരില്ലെന്ന് പരസ്യമായി പലവരും പറഞ്ഞു, ഉള്ളം തകർന്നു കരഞ്ഞപ്പോൾ എൻ പ്രാണനാഥൻ മാർവോ ചേർത്തെന്നെ താങ്ങി. ഒരിക്കലും ഉയരില്ല പരസ്യമായി പലവരും പറഞ്ഞു, ഉള്ളം തകർന്നു ഞാൻ കരഞ്ഞ എൻ പ്രാണനാഥൻ മാർവോട് ചേർത്തെന്നെ താങ്ങി. അതുകൊണ്ട് ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, ഇനി എങ്ങനെ പാടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും. എന്റെ പാപങ്ങൾ മോചിച്ചതോർത്ത, എന്റെ രോഗം ചേർന്ന് പറ, എന്നെ നാഥൻ എന്നെ നടത്തിയ, ഇനി എങ്ങനെ, ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, പാടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കൈ കൊടുത്ത് പറ, ഇനി ആയുസ് ഉള്ളിടത്തോളം കാലം ഞാൻ മിണ്ടാതിരിക്കത്തില്ലെന്ന് പറ. ആയുസ്സുള്ള കാലത്തോളം ഞാൻ എന്ത് ചെയ്യാതിരിക്കത്തില്ല, മിണ്ടാതിരിക്കത്തില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ. സകലതും തകർന്ന് ശരീരം മുഴുവൻ ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്ന ഇയ്യോബിനറിയാമോ നിങ്ങൾക്ക്? ആ ഇയ്യോബ് പറഞ്ഞു, സകലതും നഷ്ടപ്പെട്ട് ഞാൻ മണ്ണിനോട് ചേർന്നാലും, ദേഹസഹിതനായി ഞാനിവിടെ ചേർന്ന് പോയാലും, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും, എന്നെ വീണ്ടെടുക്കുന്ന എൻ്റെ നാഥനെ കാണും. ഉറപ്പുള്ള ദൈവമക്ക ദൈവത്തിന് സ്വോത്രം ചെയ്യ്. ആരെല്ലാം ആണുമേണയിലും നിന്നെ ഇട്ടിട്ട് പോട്ടെ, ആരെല്ലാം വേണമെങ്കിലും നിന്നെ വെടക്കെന്ന് പറയട്ടെ, ആരെല്ലാം നിന്നെ തള്ളിപ്പോകട്ടെ, നിന്നെ തള്ളിക്കളയാത്തൊരു വീണ്ടെടുപ്പുകാരൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ 2019 നിനക്ക് വേണ്ടി ഉണ്ടെന്ന് ദൂത് പറയുമ്പോൾ എത്ര പേർക്ക് ആ ദൂതിനോട് പ്രതികരിച്ച് ആമേൻ പറയാൻ കഴിയും? പോകുന്നവർ പോട്ടെ, തള്ളുന്നവർ തള്ളട്ടെ, മാറിപ്പോകുന്നവർ മാറിപ്പോകട്ടെ. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എനിക്കാരുണ്ട്? പറ, എനിക്കാരുണ്ട്? 2019 എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. അവന്റെ പേര് പറ, അവന്റെ പേര് പറ. അവന്റെ പേരത്ര യേശു. അവന്റെ പേരത്ര. മോനെ 1-2 വചനങ്ങൾ വേഗത്തിൽ സ്പീഡിനൊന്ന് ഇട്ട് തരണമേ. നമ്മെ 19-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 19-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം എടുത്തവർ വായിച്ചോ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്കെന്തായിരിക്കട്ടെ. എന്റെ പാറയും, ഉറക്കെ പറ, എന്റെ പാറയും. ഓ, എല്ലാവരും ഉറക്കെ പറയും മക്കളെ. ഞാൻ എന്തിനാ പറയിപ്പിക്കുന്നറിയാമോ? ഈ 2019 ആരംഭത്തിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പറ, എന്റെ പാറയും
എന്റെ രക്ഷയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ. 49-ാം സങ്കീർത്തനം 8-9 വാക്യം. സങ്കീർത്തനം 49 അതിന് 8-9 വാക്യങ്ങൾ. അവനെ വീണ്ടെടുപ്പാനോ, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്ക്? വീണ്ടെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവൻ വീണ്ടെടുപ്പിന്റെ നാഥനാ. സങ്കീർത്തനം 78-35. സങ്കീർത്തനം 78-35 ഇതെല്ലാം വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട്. അവൻ 111-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ദൈവം ഞങ്ങളുടെ പാറ, എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ, ഉറക്കെ പറ, അത്യുന്നതനായ ദൈവം തങ്ങളുടെ. ഞാൻ ഇന്നലെ ഈ മെസ്സേജ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വീണ്ടെടുപ്പ് കാണുന്നുള്ള ദൂത് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു, പിശാചിന്റെ ശബ്ദം. പിശാച് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയും. ഇല്ലടാ, 2019 നിനക്ക് ഫോട്ടോ ചെയ്യുന്ന ഒരാത്മാവിനെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, പോ പിശാചേ, ഞങ്ങളൊരു കൊയ്ത്ത് കാണാൻ പോകുക, ഞങ്ങളുടെ ഒരു കൊയ്ത്ത് കാണാൻ പോകുക. വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്കുണ്ട്. ദൈവം ഞങ്ങളുടെ പാറ, അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. എത്ര പേര് പ്രതികരിക്കുമില്ല? പിശാച് പറയും, ഒരാത്മാവിനെ പോലും ഈ പട്ടണത്തിൽ നിന്ന് തരത്തില്ല, ഈ ദേശത്തുനിന്ന് വീണ്ടെടുക്കാൻ നിനക്ക് ഒരു വ്യക്തിയെ പോലെ കിട്ടത്തില്ല. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നില്ല? ദൈവം നിനക്ക് വീണ്ടെടുപ്പാൻ ആത്മാക്കളെ തരും. അവൻ 111 അതിന്റെ 10-ാമത്തെ വാക്യം. 111 അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അവൻ അടുത്ത വാക്യം പറയുന്നു, അവൻ തന്റെ ജനത്തിന് എന്തയച്ചു, അത് ഇന്ന് നിങ്ങൾ പ്രാപിക്കും. ഇന്ന് എന്നോടൊപ്പം നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ സഹകരിച്ചാൽ ഈ മുറിവിട്ട് പോകുന്നത് വിടുതൽ പ്രാപിച്ചായിരിക്കും. അവൻ തന്റെ ജനത്തിന് എന്തയച്ചു, അവൻ ഈ പകൽ അഴച്ചിട്ടുണ്ട്, ഒരു വീണ്ടെടുപ്പ് അഴച്ചിട്ടുണ്ട്, ഒരു വിടുതൽ അഴച്ചിട്ടുണ്ട്. നിന്നെ വീണ്ടെടുക്കുന്ന ഒരു വിടുതൽ ഈ പകൽ ഇതിനകത്ത് വെളിപ്പെടുന്നു. അവൻ വീണ്ടെടുപ്പയച്ചു, അവൻ വീണ്ടെടുപ്പയച്ചു. അത് പ്രാപിക്കുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തിന് നന്ദി പറ. ഒരു വീണ്ടെടുപ്പ്, ഒരു വീണ്ടെടുപ്പ്. യെശയ്യാവിന്റെ പ്രവചനം 41:4, യെശയ്യാ 41:4, 43:14, 41:4-14 വായിച്ചേ. അവൻ ആരത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. ആദ്യം മുതൽ തലമുറകളെ നമ്മെ വിളിച്ചവൻ ആരാ? ഓ, സന്തോഷത്തോടെ സ്വതന്ത്രം പറ. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അനന്യനുമാകുന്നു. ഞാനേ കുറച്ച് പച്ച മലയാളത്തിൽ പറയാനുള്ള പദമാണ് എൻ്റെ വായി വരുന്നത്. 1-ാം തീയതി പറയുന്നത് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പദം അങ്ങ് വിടുകയാ. ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഭാഷയായിട്ട് നീചമായ ഒരു ഇത്തിരി പോന്ന ദൈവത്തെ സേവിക്കാനല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മെ വിളിച്ചവൻ വീണ്ടെടുപ്പുകാരൻ, നമ്മെ വിളിച്ചവൻ ആദ്യൻ, നമ്മെ വിളിച്ചവൻ അനന്യൻ. കരമടിച്ച് ഈ കർത്താവിനും നന്ദി പറ. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലെങ്കിൽ അവന് നന്ദി പറ. 43:14 അവൻ യെശയ്യാ 43:14 അവൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും. പ്ലീസ് എല്ലാവരും ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ നമ്മുടെ ആരാണ്? ദൈവം നമ്മുടെ ആരാണ്? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഒരു ഉപദേശിയല്ല നിങ്ങളെ വീണ്ടെടുക്കുന്നത്, യഹോവയാം ദൈവം. അവന്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. ദൈവമാരാ ദൈവം വീണ്ടെടുപ്പുകാരൻ. കരം തട്ടി ദൈവത്തിന് നന്ദി പറ. ദൈവമാരാ. 44 അതിന്റെ 6-ാമത്തെ വാക്യം. യെശയ്യാ 44 അതിന്റെ 6-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ. എല്ലാരും ഉറക്കെ പറ, ആ വാക്യം പറ. ഇസ്രായേലിന്റെ രാജാവായ. ഓ ദൈവമക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാനൊരു ചരിത്രം പറയാം. ഇവിടെ നാളുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ റബിമാരുടെ കൂടെ വചനം പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രായമുള്ളൊരു അപ്പച്ചൻ എൻ്റെ സ്നേഹിതനായിട്ട് വന്നു. ആ അപ്പച്ചൻ്റെ മോൻ
ഇസ്രയേൽ ദേശത്ത് വർഷങ്ങൾ പോയി താമസിച്ച റബിമാരുടെ കൂടെ ഇരുന്ന് ന്യായപ്രമാണം പഠിപ്പിച്ചൊരു പുള്ളി ഇവിടെ വന്നോർക്കുന്നുണ്ടോ? മാത്യു നമുക്ക് വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ് എടുത്തു. യഹൂദന്മാരുടെ കംപ്ലീറ്റ് മര്യാദകളും ആചാരവും ഞങ്ങളെ പഠിപ്പിച്ചു. ഇവിടെ ഒരു ചെറിയ കോർ ഗ്രൂപ്പ്. അന്ന് പുള്ളി ഒരു പദം പറഞ്ഞു, എൻ്റെ ഉള്ളത്തിൽ ഇന്നും കിടക്കുക. ഇസ്രായേൽ മക്കൾ ശബത്ത് ദിവസം ഒരുമിച്ച് ന്യായപ്രമാണം വായിച്ച് ആമേൻ പറയുമ്പോൾ ദേശം കുലുങ്ങുമായിരുന്നെന്ന്. സ്വത്രം. അവരിവിടെ ന്യായപ്രമാണം ഉറക്കെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ശത്രു സൈന്യം വിറക്കുമായിരുന്നെന്ന്. അത് ആ അർത്ഥത്തിലാ യെരമ്യാവിൽ പറഞ്ഞത്, എൻ്റെ വചനത്തിന് മുമ്പിൽ വിറക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ആമേൻ. അതുകൊണ്ട് ഈ വചനം ഒരുമിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ദുർഭൂതങ്ങൾ ഈ പകൽ കീഴടങ്ങും. ആമേൻ, ആമേൻ. ദുർഭൂത ശക്തികൾ കീഴടങ്ങും. പോരാ പോരാ പോരാ, അതിശക്തിയോടെ ഫോർട്ട് വെച്ച് ഡെലിവറൻസ് ചർച്ചിനകത്ത് ദൈവവചനത്തിന്റെ ആധികാരികത, ദൈവവചനത്തിന്റെ ശക്തി ഈ പകൽ വെളിപ്പെടുമ്പോൾ ഈ പട്ടണത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ഈ പട്ടണത്തെ ഭരിക്കുന്ന ദുർഭൂതങ്ങൾ 2019 ഈ ദേശം വിട്ട് മാറുന്ന ഒരു ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കട്ടെ, ഇവിടെ സംഭവിക്കട്ടെ, ഇവിടെ സംഭവിക്കട്ടെ. അവൻ എടുത്തു വായിക്കേണ്ട ഒരു വാക്യമുണ്ട്. യെശയ്യാ 44 എടുത്ത് എല്ലാവരും എടുക്കണം. നിങ്ങൾ അവൻ ഇവിടെ ഇരുന്ന് മാത്രം നോക്കിയാൽ പോരാ, ബൈബിൾ തുറന്നെങ്കിലേ നിങ്ങൾ വരച്ചിടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല, ഇത് മറന്നു പോകും. അതുകൊണ്ടാ യെശയ്യാ 44:24. എല്ലാവരും പറ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ ഒരല്ലലി ഉറക്കെ പറ. ഓ, നിന്നെ എവിടുന്നാ വീണ്ടെടുത്തേ? എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ? നിങ്ങൾ റോബിൻസ് രക്ഷിക്കപ്പെട്ട എത്രാമത്തെ വയസ്സിലാ? 25-ാമത്തെ വയസ്സിൽ. പക്ഷെ യഹോവ നിന്നെ വീണ്ടെടുത്തത് എപ്പോഴാ? ഉറങ്ങി പറ. ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമാ അന്നേ ദൈവം നിന്നെ വീണ്ടെടുത്തതാ. ഒരു സ്വതന്ത്രം പറ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒരു ആഭിചാരക്കാരനും ഒരു മന്ത്രവാദിക്കും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്നെ ഇന്ന് ദൈവം കണ്ടതല്ല. ദൈവം നിന്നെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടു. നിന്റെ വീണ്ടെടുപ്പുകാരൻ, ആമേൻ, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ പറ. വായിച്ചേ എടാ കുഞ്ഞുങ്ങളെ, എടാ മക്കളെടാ, ഉറക്കെ വായിക്കും മക്കളെ. നിങ്ങൾ മലയാളം പഠിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ സായിപ്പിന്റെ മക്കളൊന്നും അല്ലല്ലോ. ഒന്ന് വായിച്ചേ, എല്ലാവരും വായിച്ചേ. കുഞ്ഞുങ്ങളെല്ലാം ഉറക്കെ വായിച്ചേ. ഉറക്കെ വായിക്കണം മക്കളെ, ഉറക്കെ വായിക്കേ. വീട്ടിലെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നാ ശബ്ദമാ. വീട്ടിൽ ആഹാരം അല്പസമയം താമസിച്ചാൽ ഇവർക്ക് എന്നാ ശബ്ദം. അതെ, വചനം വായിക്കും. ഒന്നുകൂടി ഉറക്കെ വായിച്ചേ. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? യഹോവയായി ഞാൻ സകലവും. യോഹന്നാൻ 1 വായിക്കണ്ട. യോഹന്നാൻ 1 വാക്യമുണ്ട്. അവൻ ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, യഹോവയാൽ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ സകലവും. ദൈവമക്കളെ, അടുത്ത വാക്യം ദൈവം പറഞ്ഞു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. എന്നോട് കൂടെ? ഭൂമി എങ്ങനത്തെയാ? ഭൂമി ഉരുണ്ട ഭൂമി നിൽക്കാൻ പറ്റുമോ? ഈ ഉരുണ്ട പോളിനകത്ത് ഇതിനകത്ത് കയറി എനിക്ക് നിൽക്കാൻ പറ്റുമോ? പറ. പക്ഷേ മനുഷ്യ പാർപ്പിന് വേണ്ടി ചപ്പാത്തി പരത്തുന്ന പോലെ ഭൂമിയെ പരത്തി തന്നു. മനസ്സിലായില്ലല്ലേ? ഉരുണ്ട ബോൾ പോലത്തെ സാധനത്തെ നമുക്ക് പാർക്കാൻ പരത്തി തന്നെങ്കിൽ ആ പരത്തിയ സ്ഥലത്ത് 10 സെന്റ് സ്ഥലം തരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഒരാമൻ പറ.
അങ്ങനെ അവൻ പരത്തി തന്നെങ്കിൽ, ഭൂമി അവൻ നിനക്ക് പാർപ്പിടത്തിന് വേണ്ടി പാർക്കുവാൻ തന്നെങ്കിൽ, ആ ഭൂമിയിൽ ദൈവം നിനക്ക് 10 സെന്റ് സ്ഥലം തരാൻ ദൈവം വിശ്വസ്തന. വിശ്വസിക്ക്. 2019 അവൻ വീടില്ലാത്തവർക്ക് ദൈവം വീട് കൊടുക്കുക, സ്ഥലമില്ലാത്തവർക്ക് ദൈവ സ്ഥലം കൊടുക്കുക. ആമേൻ പറയേണ്ടവർ എഴുന്നേറ്റ് ആമേൻ പറ. വീടില്ലാത്തവർ ആമേൻ പറയുമ്പോൾ എഴുന്നേറ്റ് ആമേൻ പറ. Hallelujah. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് കേട്ടോ. അവൻ ഈ ദൂത് പറയുമ്പോൾ, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ നിങ്ങളെ ഞാൻ അപമാനിക്കുകയോ നിങ്ങളെ തേജോവധം ചെയ്യാനല്ല നിങ്ങൾ ദൂത് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങളത് ആമേൻ പറഞ്ഞ് ദൈവസന്നിധി ഡിക്ലെയർ ചെയ്യുക. അത് നാണക്കേടല്ല, അത് അപമാനമല്ല. അങ്ങനെ പറയുന്നവരൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയുന്നു, നിനക്കൊരു വീട് തരാൻ, നിനക്കൊരു ഭവനം തരാൻ, നിനക്ക് സ്വന്തമായി ഒരു 10 സെന്റ് സ്ഥലം തരാൻ എന്റെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. ഡെലിവറൻസ് ചർച്ചിനകത്ത് ഒരു വ്യക്തിക്ക് പോലും വീടില്ലാത്തവരുണ്ടാകരുത്, ഭവനമില്ലാത്തവരുണ്ടാകരുത്, വീടില്ലാത്തവരുണ്ടാകരുത്. Praise God. Praise the Lord. ദൈവമക്കളെ, വീടില്ലാത്തവർ സ്തോത്രം പറയുമ്പോൾ വീട് തന്ന നീ കയ്യും കെട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു ദൂതുകൂടി ഏറ്റെടുത്തോ. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിന് കഴിയും കേട്ടോ. അതുകൊണ്ട് അവർ സ്തോത്രം പറയുമ്പോൾ ലഭിച്ച നീ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് ഒന്ന് സ്തോത്രം പറയാൻ മറക്കരുത്. ഇല്ലാത്തവൻ അറിയാം അതിന്റെ വേദന. ലഭിച്ചവർക്ക് നന്ദിയില്ലാതെ പോകരുത്. ഈ പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ പറ, ദൈവമേ നീ മഹാദൈവമല്ലോ. ദൈവം അത് ചെയ്യും. സ്തോത്രം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ഈ വർഷം വീട് കൊടുക്കട്ടെ. ഭവനമില്ല. കർത്താവേ, 2019 കഴിയരുത്. ഇത് ദൈവസഭയുടെ പ്രാർത്ഥനയാ, ഇത് ദൈവസഭയുടെ ആവശ്യമാ. എന്റെ ജനം എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാൻ അങ്ങ് കൽപ്പിച്ചു എങ്കിൽ ഈ ജനത്തിന് ഇവിടെ പാർക്കാൻ ഒരു വീട് ആവശ്യമാ. ദൈവം അത് ചെയ്യണമേ. ദൈവം അത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ എൻ്റെ അപ്പനത് ചെയ്തിരിക്കും, എൻ്റെ കർത്താവ് അത് ചെയ്തിരിക്കും. ഉറക്കെ ആമേൻ പറ. വാക്യം ഈടിവെട്ടുന്നത് പോലെ എൻ്റെ അകത്ത് വരികയാണ്. ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവൻ യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ സകലവും എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ എടുത്തു മാറ്റാൻ ദൈവത്തിന് 10 ദിവസം വേണ്ട, 14 ദിവസം വേണ്ട. ഒറ്റ സെക്കൻഡ് മതി. ഒറ്റ വാക്കിനാൽ സകലതും ഉളവാകട്ടെന്ന് പറഞ്ഞ ദൈവത്തിന് ഉളവാക്കാൻ നിമിഷ നേരം മതി. Praise God. ഞങ്ങൾ ആ ഭാഗം അങ്ങ് വിടുക, അത് പോയി അങ്ങ് പോവും. എഫേസ്യർ 1:7 അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ആരിൽ? ക്രിസ്തുവിൽ പറ, നമുക്ക് വീണ്ടെടുപ്പുണ്ട്. എഫേസ്യർ 4:30 അവനാൽ വീണ്ടെടുപ്പ് നാളിൽ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ. കൊലോസ്യർ 1:14 അവനിൽ പാപമോചനമെന്ന വീണ്ടെടുപ്പ്. അവനിലേ ഉള്ളു വീണ്ടെടുപ്പ്, അവനിൽ തന്നെ ഉള്ളു വീണ്ടെടുപ്പ്. വേറെ എവിടെ കയറിയിട്ടും രക്ഷയില്ല, വേറെ ഒരിടത്തും പോയിട്ട് രക്ഷയില്ല. വീണ്ടെടുപ്പ് കർത്താവായ
യേശു ക്രിസ്തുവിൽ. ആമേൻ പറയാമോ? വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ. 59 എത്രയായിരുന്നു? 20. എന്നാൽ സിയോനി യാക്കോബിന്റെ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ വചന ശുശ്രൂഷ അനുഗ്രഹമാകുന്നുണ്ടോ? നമ്മൾ കുറിവാക്യം വായിച്ചത് ഏതാ? ആരോടാണ് എഴുന്നേൽക്കാൻ പറഞ്ഞത്? പരാതി പറഞ്ഞവർ. എന്താ പരാതി പറഞ്ഞേ? 59:1 രക്ഷിപ്പാൻ കഴിയാതെ കുറിപ്പോയി. അപ്പൊ ആ പരാതി പറയാൻ കാരണം ദൈവം വെളിപ്പെടുത്തി. 32 പാപവും 22 കുറ്റാരോപണവും ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ ഒറ്റ കാരണമോ എൻ്റെ കൈ നീട്ടാഞ്ഞതും എൻ്റെ ചെവി കേൾക്കാഞ്ഞതും. പക്ഷേ 20-ാം വാക്യത്തിൽ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാപം എന്ത് ചെയ്തു? പറ. ലംഘനം മറച്ചു വെക്കുന്നവന്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കാണിക്കാൻ 60-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ദൂത് കിട്ടിയോ? ഏറ്റുപറഞ്ഞ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നിട്ട് ദൈവം പറഞ്ഞു, മോനിങ്ങ വന്നേടാ കൊച്ചേ, അവിടെ ഇരുന്നേ. 59:1 അവൻ എവിടെ കിടക്കുക? താഴെ. അവിടെ ഇരുന്നുകൊണ്ട് അവൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഒരുപാട് പരാതി. മോനെ, നീ പരാതി പറയല്ലേ, എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും, പക്ഷേ നമ്മെ തമ്മിൽ അകറ്റുന്നൊരു കാര്യം നിന്റെ അകൃത്യമാണ്. അത് നീ ഒന്ന് ഏറ്റുപറ. അത് നീ ഒന്ന്. അവൻ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം കൈ കൊടുത്തു. കൈ കൊടുത്തിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ വാക്യം കിടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈ പ്രവചന ശബ്ദം ഒരിടത്ത് തപ്പിയാൽ കിട്ടത്തില്ല. പ്രവചന ശബ്ദം പലയിടത്ത് അന്വേഷിക്കണം. കർത്താവ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞാൻ വലിച്ചു കയറ്റാൻ പോയി. എഴുന്നേൽക്കോ. എന്ത് ചെയ്യാ? എഴുന്നേൽക്കോ, എഴുന്നേൽക്കോ. ആമേൻ. എഴുന്നേൽക്കോ. 60:1 എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണം? നിനക്ക് ഇന്നു മുതൽ സ്വയം പ്രകാശിക്കാൻ കഴിയത്തില്ല. നീ എഴുന്നേറ്റത് കൊണ്ട് നിന്നെ പ്രകാശിപ്പാൻ ഇതാ വരുന്നു യഹോവയുടെ തേജസ്, ദൈവത്തിന്റെ തേജസ്. നിനക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയത്തില്ല. നിനക്ക് പ്രകാശിക്കാൻ അവൻ പിടിക്കേണ്ടവർ പിടിച്ചോ, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. ദൈവത്തിന്റെ ശക്തന, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ ചൊരികിയോ. ആമേൻ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? നിനക്ക് ഒറ്റക്ക് പ്രകാശിക്കാൻ കഴിയത്തില്ല. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ഞാൻ, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഞാൻ നിന്റെ മേൽ എന്റെ തേജസ് പകരും. എന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കും. എഴുന്നേറ്റാൽ സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയാം. ഞാൻ കർത്താവിന് വേലക്കിറങ്ങിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഏതായാലും ജോലി വിട്ടിറങ്ങി, എനിക്ക് ഈ ചുണ്ണാമ്പും തേച്ച് ഒരു കണ്ണനോ പ്രസംഗിച്ച് എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല, പഠിപ്പും ഇല്ലെന്നും പറഞ്ഞ് മൂലക്ക് കിടക്കാൻ എനിക്കൊക്കത്തില്ല. പ്രസംഗിക്കണോ ചൊവ്വേന്നേരം പ്രസംഗിക്കണം. സ്വതന്ത്രം. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരിക്കുക. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരിക്കുക. അവൻ ഒരു കോൺഫറൻസിന് വേണ്ടി വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടി?
എന്നോട് ചോദിച്ചിരിക്കുന്നു, ആ കോൺഫറൻസിന് ഞങ്ങൾ നിങ്ങളുടെ പേര് സജക്ട് ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യാൻ? പ്രസംഗിക്കാൻ. പാസ്റ്ററിൻ്റെ ഡിഗ്രി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്ലീസ് സെൻഡ് മീ. ആ കോൺഫറൻസിൽ പ്രസംഗിക്കാൻ ഞാൻ എന്താ അയച്ചു കൊടുക്കണം? സ്തോത്രം. നമ്മൾ എൻ്റെ പൊന്നച്ച, ആ കോൺഫറൻസിൽ എത്ര പേര് കൂടുന്നുണ്ട്? ഞങ്ങൾ 150 പേര് കൂടുന്നുണ്ട്. ഞാൻ കൃപയാൽ 10,000 15,000 പേരുടെ നടുവിൽ വരെ ബിജു പാസ്റ്റർ പ്രസംഗിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഒരു ഡിഗ്രിയും ഇല്ലാതെ, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ. സ്വതന്ത്രം പറഞ്ഞേ. 15,000-ത്തിലധികം പേര് പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് പ്രസംഗിപ്പാൻ കഴിഞ്ഞ 9 പരം വർഷമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ 100 പേരുടെ നടുവിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന നിന്റെ പ്രസംഗം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചത് എന്തിനാന്ന് എനിക്കറിയാം. ദൈവം വിളിച്ചത് ചുമ്മാ ഇരിക്കാനല്ല, എഴുന്നേറ്റോ പ്രകാശിച്ചേ പറ്റൂ. ആമേൻ. അങ്ങനെ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഏതായാലും എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ പ്രകാശിച്ചാ പറ്റൂ, പ്രകാശിച്ചാ പറ്റൂ. ഏതായാലും ഇറങ്ങി, ഏതായാലും എഴുന്നേറ്റു, ഏതായാലും ഇറങ്ങി തിരിച്ചു. ഇനി ചുമ്മാ നീക്കരുത്. കത്തേണ്ടവൻ കത്തി നീക്കണം. കുഞ്ഞുങ്ങൾ കയറി വാ, കുഞ്ഞുങ്ങൾ കയറി വാ, വർഷിപ്പ് കുഞ്ഞുങ്ങൾ കയറി വാ. നിങ്ങളുടെ മേലല്ല ഒരഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥന. മുട്ടുകുത്ത്, നിരന്ന് മുട്ടുകുത്ത്. നിങ്ങളുടെ മേലല്ല ഒരു അഭിഷേകം പകരാൻ പോകുക. ആത്മാവ് എന്നോട് പറയുന്നു, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിങ്ങളെ വിളിച്ചത് പ്രകാശിക്കാനാ. എഴുന്നേറ്റോ പ്രകാശിച്ചേ പറ്റൂ. എഴുന്നേറ്റോ പ്രകാശിച്ചേ പറ്റൂ. അവൻ നമ്മെ എഴുന്നേപ്പിച്ചെങ്കിൽ ഇരിക്കാൻ പ്രമാണമില്ല, കിടക്കാൻ പ്രമാണമില്ല. എത്ര പേര് പറയോ, എടാ ദുഷ്ട പിശാചേ, എടാ ലൂസിഫറെ, 2019 ഞങ്ങൾ പ്രകാശിക്കാൻ പോകുക. ഒന്ന് വായിച്ചേ. ഞങ്ങൾ പ്രകാശിക്കാൻ പോകുക, ഞങ്ങൾ പ്രകാശിക്കാൻ പോകുക. ചുമ്മാ ഇരിക്കാൻ പോകുകയല്ല. ദൈവം ഞങ്ങളെ വിളിച്ചത് പ്രകാശിപ്പിക്കാനാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യാൻ പോകുക. ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി കേട്ടോ. ദൈവകൃപ ചലിക്കാൻ തുടങ്ങി, ദൈവമഹത്വം ചലിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുക, ഇതുപോലൊരു ന്യൂ ഇയർ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുപോലൊരു നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതുപോലെ ഒരഭിഷേകത്തിന്റെ പകർച്ച എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാവ് ഇന്ന് മകൻ ഇടപെടുകയാണ്. മറക്കാൻ കഴിയാത്തതുപോലെ, മറക്കാൻ കഴിയാത്തതുപോലെ, മറക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ മേൽ പ്രകാശിക്കാൻ. ഒന്നിരുന്നേ, ഒരു ദൂതുടി പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാം. എഴുന്നേറ്റ് എന്ത് ചെയ്യുക? നിന്റെ പ്രകാശം. ബാക്കി ഒന്ന് വായിച്ചേ. അതല്ല ആദ്യം വാക്യം. വരും എന്നാണോ? വന്നേക്കും എന്നാണോ? പിന്നെയോ പ്രസൻസ് അല്ലേ? എന്ത് ചെയ്തിരിക്കുന്നു? 2019 1-ാം തീയതി കൃത്യം 9:30 മണിക്ക് നിന്നെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്. ആരുടെ തേജസ്? പറഞ്ഞേ. യഹോവയുടെ തേജസ് നിന്റെ മേൽ എന്ത് ചെയ്യുന്നു? ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവയുടെ തേജസ് ഏതാണ്? ശ്രദ്ധിച്ച് കേൾക്കണേ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചു. യഹോവയുടെ തേജസ് ഏതാണ്? യേശു. മറുപടി എന്നാന്നറിയാമോ? സ്ത്രീയുടെ തേജസ്.
സ്ത്രീയുടെ തേജസ് പുരുഷൻ. കൊരിന്ത ലേഖനമാണ് ഞാൻ ഈ പറയുന്നത്. പുരുഷന്റെ തേജസ് ക്രിസ്തു, ക്രിസ്തുവിന്റെ തേജസ് ദൈവം. അപ്പൊ പിതാവിന്റെ തേജസ് ആരാ? പുത്രന. നിന്റെ മേൽ ഉദിക്കുന്നത് ഏത് തേജസ്? പുത്രത്വത്തിന്റെ തേജസ്, പുത്രത്വത്തിന്റെ തേജസ്. ആ തലയിലോട്ട് കൈവച്ച് പറ, സ്വന്തം കൈ തലയോട്ട് വെച്ച് പറ, എന്റെ മേൽ ഇന്ന് പകൽ ഉദിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ തേജസ്. ആമേൻ, ആമേൻ. അടുത്ത വാക്യം വന്നിട്ട്, അടുത്ത വാക്യം ഭയങ്കര ദൂത. ആ, രണ്ടാമത്തെ വാക്യം പോലെ, അന്ധകാരം ഭൂമിയെ, കൂരിരുട്ട്. സ്തോത്രം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഏകദേശം ഈ ഭൂമിയെ എന്ന് പറയുമ്പോൾ എത്ര വൻകരയാ നമ്മൾ പറയുന്നത്? ആദ്യമൊക്കെ പറഞ്ഞതുകൊണ്ട് എത്രയാ? 5 വൻകരയാ. പക്ഷെ ഇപ്പൊ കൂടിയല്ലേ? കണ്ടുപിടി, എത്ര വൻകരയാ? അപ്പൊ 7 വൻകരയെ കൂട്ടി നമുക്ക് എന്ത് പറയാം? അന്ധകാരം ഭൂമി, 7 വൻകര മുഴുവൻ എന്ത് മൂടുന്നു? അന്ധകാരം, കൂടിയിട്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എന്ത്? ആരുടെ മേലോ? എന്റെ മേലോ, എന്റെ മേലോ, എന്റെ മേലോ, എന്റെ മേലോ ആരുദിക്കും? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യ വാക്യത്തിൽ എന്താണ്? യഹോവയുടെ തേജസ് ആരാ? ക്രിസ്തു. ഇപ്പോൾ രണ്ടാം വാക്യത്തിൽ ഇരുട്ട് മാറ്റാൻ, 7 വൻകരയെ ഭരിക്കുന്ന അന്ധകാരം മാറ്റാൻ നിന്റെ മേൽ ഉദിക്കുന്നത് യഹോവ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. അവന്റെ ശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ ദൈവം പകരാൻ പോകുക. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നിന്റെ മേൽ പകരാൻ പോകുക. ത്രിയേക ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരാൻ പോകുക. അപ്പൊ 7 വൻകര മുഴുവൻ അന്ധകാരം വ്യാപരിച്ചാലും അതിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ നിന്റെ മേൽ ഉദിക്കുന്ന ഒരു ഒറ്റ വെളിച്ചം മതി. ഇത് മനസ്സിലായി? സ്വതന്ത്രം. ഈ 2019 പോകാത്ത രാജ്യങ്ങൾ നമ്മൾ പോകാൻ പോവുക, പോകാത്ത സ്റ്റേജുകൾ നമ്മൾ കയറാൻ പോവുക. ദൈവം ചെയ്യും. ശ്രദ്ധിക്കണേ, ഞാന് ദൈവസന്നിധിയിൽ നിന്ന് ചുമ്മാ മണ്ടത്തരം പറയല്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ കാലിന് 2 സൈഡും, കാലിന് അറ്റം 2ഉം പാദം പൊള്ളുന്നത് പോലെ എനിക്ക് അനുഭവമുണ്ട്. അതിന് അർത്ഥം എന്താണെന്നറിയാമോ? നീ കാല് ചവിട്ടുന്ന ദേശം ദൈവം നിനക്ക് സ്വന്തമായി തരും. നീ കാല് ചവിട്ടുന്ന സ്ഥലം ദൈവം നിനക്ക് സ്വന്തമായി തരും. ഈ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്, അവന്റെ തേജസ് എന്റെ മേൽ. ഒന്ന് പറഞ്ഞേ. പെന്തക്കോസ്ത ദിവസം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ. ഇതേ പദം അവിടെയുണ്ട്, അവരുടെ മേൽ. ഇവിടെ പറയുന്നു അവന്റെ തേജസ് നിന്റെ മേൽ. ദൈവം ഒറ്റയ്ക്ക് ഒരിടത്തും ഒന്നും ചെയ്യത്തില്ല. കൃത്യം 9:30 ഞാൻ മെസ്സേജ് നിർത്തും. 9:30 ദൈവം ഒറ്റയ്ക്ക് ഒരിടത്തും ഒന്നും ചെയ്തിട്ടില്ല. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവില്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്നാ? ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിന് നിങ്ങൾ വേണം, ഞാൻ വേണം, സഭ വേണം. എന്നിട്ടും സന്തോഷമില്ലേ? അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ആദിയിൽ അല്ല, ആദിയിൽ ദൈവം അവിടെ എല്ലാം ആരാ ഉണ്ടാക്കിയേ? അവിടെ എല്ലാം ആരാ സൃഷ്ടിച്ചേ? ആദിയിൽ ദൈവം. ആദിയിൽ പറ ദൈവം. അടുത്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിലും. അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കാൻ നേരത്ത് ദൈവം പറഞ്ഞു, ഞാൻ ഒറ്റക്കില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. ത്രിയേക പദമല്ലേ? വരുവിൻ
നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ സൃഷ്ടികർമ്മം ചെയ്യാൻ വന്നപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഹോവ ഒറ്റക്കാണോ ചെയ്തേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ബാബേൽ ഗോപുരം തകർക്കാൻ നേരത്ത് ദൈവം പറഞ്ഞു, മനുഷ്യന് ഒരു ജാതി, ഒരു വാക്ക്, അവിടെ ഭാഷ കലക്കേണ്ടതിന് വരുവിൻ നമുക്കിറങ്ങിച്ചില്ല. അവിടെയും ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന് നിലവിളി കേട്ടു. ആകയാൽ മോശേ വരിക, എനിക്ക് നിന്നെ വേണം. ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറിയിട്ടും ദൈവം പറയുന്നു, എനിക്ക് നിന്നെ തന്നെ മതി. മിസ്രയീമിലെ പൂച്ച പൊടിക്കാൻ എനിക്ക് നിന്നെ വേണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ ആമേൻ. മിസ്രയീമിലെ 7 വർഷത്തെ ക്ഷാമം മാറ്റാൻ എനിക്ക് വേണമെങ്കിൽ കൈ നീട്ടിയാൽ മതി. പക്ഷെ ജോസഫേ, എനിക്ക് നിന്നെ വേണം. ആമേൻ പറ. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്നൊരു ദൈവമുണ്ടെന്ന് മിസ്രയീമിൽ തെളിയിക്കാൻ എനിക്ക് നിന്നെ വേണം. കഴിഞ്ഞ ദിവസമേ ഈ ഗവേഷണം നടത്തില്ലേ? ഗവേഷണം നടത്തുന്ന ആളുകൾ ഇസ്രായേലിൽ ചെന്ന് ഗവേഷണം നടത്തിയപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ അറയില്ലേ, നെല്ലിട്ട് വെക്കുന്ന, പണ്ടുണ്ടായില്ലേ, അങ്ങനെ ഒരു ചെറിയൊരു അറ കണ്ടുപിടിച്ചു. ഒരു കൊച്ചറ നെല്ലിട്ട് വെച്ചിരുന്നേ. ജോസഫ് പഠിച്ചിരുന്ന സമയത്ത് ജോസഫ് ധാന്യം വെക്കാൻ പണിത ഒരു കൊച്ചു അറ ഗവേഷകന്മാർ കണ്ടുപിടിച്ചു. നെട്ടിയൊന്നും ചെയ്യരുത്, 17 മൈൽ നീളം. ഏതിന്? ആ ഗോഡവണിനെ ഒരു അല്ലിയോ പറ. 17 മൈൽ. ഞാൻ വല്ല മണ്ടത്തരവും വിളിച്ച് പറയാ. എല്ലാത്തിനും കൈ ഇപ്പം മൊബൈലാണേ, എടുത്ത് ഗൂഗിളിൽ കയറി ഇപ്പം തന്നെ. അതുകൊണ്ട് പേടിയാ. 70 മൈൽ നീളം, 17 മൈൽ വീതി. ആ സംഭവം എൻ്റെ കയ്യിലുണ്ട്. കാരണം അപ്പം തന്നെ ഇവിടെ ഇരുന്ന് നിൽക്കുന്ന ആൾക്കാരാ. വിക്കിപീഡിയ, ഗൂഗിളൊക്കെ അടിച്ചു പിടിക്കുക. 17 മൈൽ നീളം, സോറി 70 മൈൽ, 17 മൈൽ ഹൈറ്റ്. കേൾക്കണോ? 35 അടി ഹൈറ്റ്. ചേട്ടന്മാർ എല്ലാവരും കൂടി കുഴി പിടിച്ചിട്ടില്ലേ? പറ. സ്വപ്നം കാണുന്ന പറഞ്ഞ കുഴിയിലിട്ടില്ലേ? പുള്ളി ഒരു ചെറിയ അറ പണിതതാ, ഇച്ചിരി നെല്ല് വെക്കാൻ. കൂടുതലൊന്നുമല്ല, ഒരല്പം. ഈ സ്തോത്രം. 70 മൈൽ നീളം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എവിടം വരെ വരും? ഏകദേശം ആലപ്പുഴ കഴിയും അല്ലേ? അത് കിലോമീറ്ററാ അല്ലേ? മൈലെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് പോകും. അപ്പോൾ ഏകദേശം ഒരു കായംകുളം വരെ വരും. ഒരു ഗോഡവനെ, ഒരു ചെറിയൊരു ഗോഡവൻ പണിതാ. 7 വർഷത്തെ എന്ത് വെക്കാൻ? പറ. ധാന്യം വെക്കാൻ. ഇനി അതിനകത്തൊരു മർമ്മം കൂടിയുണ്ട്. കേൾക്കണോ? സമയം പോവോ? ഇല്ല അല്ലേ? ഈ മിസ്രയീമിലെ, ഞാൻ പണ്ട് പാസ്റ്റർ എമ്മൗദീസ് പാസ്റ്റർ പ്രസംഗിച്ചതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പാസ്റ്റർ പറഞ്ഞു, ഈ മിസ്രയീമിൽ വിളവ് കിട്ടാതെ വരുമ്പോൾ, വിളവ് നഷ്ടമാകുമ്പോൾ അവിടെ ഒരു ദേവതയുണ്ട്. ആ ദേവതക്ക് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദേവതയെ പ്രസാദിപ്പിക്കാൻ ദേവതയുടെ പേരിട്ടുകൊണ്ട് ഒരു സ്ത്രീയെ രാജാവ് തിരഞ്ഞെടുക്കും, ഫറവൻ. എന്നിട്ട് ആ ദേവതയുടെ പേര് ഈ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിക്കിടും. അത് തിരഞ്ഞെടുക്കുന്ന ആരാ? ഫറവനാ. ജോസഫിന്റെ ജീവിതകാലത്ത് അന്നത്തെ കൃഷി അനുഗ്രഹമാകാൻ, അന്നത്തെ ദേവതയെ പ്രസാദിപ്പിക്കാൻ ഫറവോൻ ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തു. അവളെ പേരാണ് ജൂലിയ എന്നാണ്. ദൈവത്തെ ഓർത്തിട്ട് കളഞ്ഞേക്കല്ലേ ജൂലിയ. ചരിത്രം. ആ ജൂലിയയെ ദേവതയായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചാൽ, അവൾക്ക് ഞറുക്ക് വീണാൽ, അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ ദേവനായിട്ട് തിരഞ്ഞെടുക്കാം. ആരായിട്ട്? ദേവനായിട്ട്. അപ്പോ രണ്ടുപേരും ദേവനും
ദേവതയുമായിട്ട് അഭിനയിക്കും. പ്രമാണം അഭിനയിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ ഇവർക്ക് കുടുംബജീവിതം നയിക്കാം. സമൂഹം ഇവരെ ഒന്നും പറയില്ല. പക്ഷേ പുരുഷനെ തിരഞ്ഞെടുക്കാൻ അനുവാദം ആർക്കേ ഉള്ളൂ? ഫറവോൻ തിരഞ്ഞെടുക്കുന്ന ആ പെൺകുട്ടിക്കേ ഉള്ളൂ. അന്ന് ഫറവോൻ തിരഞ്ഞെടുത്ത പെണ്ണിന്റെ പേരേതാ? പറ. ജൂലിയ. ഒരു ദേവനെ തിരഞ്ഞെടുക്കണം വേഷം കെട്ടാൻ, പിന്നെ ജീവിക്കാൻ. ആ ജൂലിയ ആരാന്നറിയണ്ടേ? ജോസഫിനെ ശയിക്കാൻ വിളിച്ച ആ പെൺകുട്ടി. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചുമ്മാ പറയാം അവൾ വിളിച്ചെന്നു. അതിന്റെ ചരിത്രം പറയുന്നത് അന്നത്തെ ക്ഷാമം മാറാൻ, ദേവതയെ പ്രസാദിപ്പിക്കാൻ ഫറവോൻ തെരഞ്ഞെടുത്ത ജൂലിയയാണ് ജോസഫിന്റെ മേൽ കണ്ണുവെച്ചത്. എന്നിട്ട് പറഞ്ഞു, വാ എന്റെ കൂടെ ദേവത വേഷം കെട്ടാം, നീ ദേവനും ഞാൻ ദേവിയും, നമുക്കൊരു നല്ല വിളവ് കിട്ടാൻ. ജോസഫ് പറഞ്ഞു, ഓടി പെണ്ണേ, ദേവത വേഷം കിട്ടി, ഒരു വിളവ് തരാൻ എന്നെ കിട്ടത്തില്ല, എനിക്കൊരു ദൈവമുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു വിളവ് അനുഗ്രഹമാകാൻ ദേവത വേഷം കെട്ടാൻ വിളിച്ച ജൂലിയയെ തട്ടിമാറ്റി ജോസഫ് ഓടിയപ്പോൾ 70 മൈൽ നീളമുള്ള പാണ്ഡികശാലയുടെ താക്കോൽ ദൈവം ജോസഫിന്റെ കൈ കൊടുത്തു. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പകൽ വേളയില് എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ദൈവ രാജ്യങ്ങളിലേക്ക് ദൈവം അടക്കാൻ പോകുക. പൗലോസേ, നിന്നെ വിളിച്ചത് ജാതികൾക്ക് അപ്പോസ്തലനാകാൻ. അതുകൊണ്ട് ദൈവം പറയുന്നു, എഴുന്നേൽക്കുക. ആമേൻ. ഈ 2019 ദൂത് എഴുന്നേറ്റ് എന്ത് ചെയ്യുക? എഴുന്നേറ്റ് മറക്കുമോ? അതുകൊണ്ട് എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ദൈവം നമ്മെ വർദ്ധിപ്പിച്ച് പെരുക്കും, നമ്മെ അനുഗ്രഹിക്കും. നാം എഴുന്നേറ്റാൽ, പറ, എഴുന്നേറ്റാൽ വർദ്ധിപ്പിക്കും, പെരുക്കും, അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ആമേൻ പാട്ടിൻ്റെ ആമേൻ ഒരു വരി ശകലം പാടും. പാടിയതിനു ശേഷം ആമേൻ ദൈവദാസന്മാർ ഓടി വന്ന് ഓരോ വാക്കുകളിൽ ആമേൻ ആമേൻ സാക്ഷ്യം വെച്ചാൽ ദൈവം അവിടെ നടത്തിയ ഒറ്റ വാക്കിൽ പറയും. സമയം നമുക്ക് കൃത്യമായി നിർത്തേണ്ടതുണ്ടല്ലോ, അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കപ്പെടും.